നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ ചാനലിലൂടെ പറഞ്ഞു വരുന്നത് പുതുവർഷത്തെക്കുറിച്ചാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ മലയാളികൾ പുതുവർഷം ആചരിക്കും. ചിങ്ങം തൊട്ട് കർക്കിടകം വരെ മലയാളികളും, അതുപോലെ ജ്യോതിഷ ശാസ്ത്രപ്രകാരം വിഷുബലം മേടം 1 തൊട്ട് മീനം വരെ വിഷുബലം ഏറ്റവും ജ്യോതിഷ സംബന്ധമായി പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് വിഷുബലം. അതുപോലെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ പുതുവർഷമായി ആചരിക്കുന്നത് ശരിക്കും ജനുവരി 1 തൊട്ട് ഡിസംബർ 31 വരെയാണ്. ആ 2026 ഓരോ രാശിക്കാർക്കും എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓരോ രാശിക്കാർക്ക് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇന്ന് ചിങ്ങൻ രാശിക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. ചിങ്ങൻ രാശിയിൽ പെടുന്ന നക്ഷത്രം മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. ആദ്യത്തെ 15 നാഴിക എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രം 60 നാഴികയാണ്. 4 പാദങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. കാല്, അര, മുക്കാല്, മുഴുഭാഗം. അപ്പോൾ ആദ്യത്തെ കാൽ ഭാഗം 15 നാഴിക ചിങ്ങൻ രാശിയിൽ വരും. അങ്ങനെ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാർക്ക് 2026 പുതുവർഷത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് സുഖദുഃഖ സമ്മിശ്ര ഫലത്തെ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര കണ്ട് നല്ലതല്ല, അത്ര കണ്ട് മോശമല്ല. കാരണം ഇപ്പോൾ അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനി 8 സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ രാശിക്കാർക്ക്. അപ്പോൾ അഷ്ടമശനിയുടെ ദോഷമുണ്ട്. അത് ശനിയുടെ റേഡിയേഷൻ, ശനിയുടെ നെഗറ്റീവ്, ശനിയുടെ പ്രകാശം ഈ രാശിയിലേക്ക് പതിക്കും. അപ്പോൾ എന്തു ചെയ്യും? ചെറിയ അസുഖവും അസ്വസ്ഥതയും കാര്യതടസ്സവും ഒരു സ്വസ്ഥതയില്ലായ്മയും ഒക്കെ ഈ അഷ്ടമത്തിലെ ശനിയുടെ പ്രകാശം പതിക്കുന്നത് കൊണ്ടുണ്ടാവും. അതിൻ്റെ ദൃഷ്ടി പതിയാണ്. മറ്റൊന്ന്, നമുക്ക് അത് കൊണ്ടുണ്ടാവുന്ന കുറേ തടസ്സങ്ങളും അസ്വസ്ഥതയും ഉണ്ടെങ്കിലും വ്യാഴം 11 സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 11 വ്യാഴം നിൽക്കുന്നത് നമുക്ക് ശുഭകാര്യങ്ങളെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ ശനിയുടെ ഈ റേഡിയേഷൻ അല്ലെങ്കിൽ ദൃഷ്ടി ഈ നെഗറ്റീവിനെ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ വ്യാഴത്തിൻ്റെ പ്രകാശം നമുക്ക് കിട്ടും. മറ്റേത് ശനിയുടെ പ്രകാശം അടിച്ചിട്ട് വ്യാഴത്തിൻ്റെ പ്രകാശം വരുമ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും, നമുക്ക് ഗുണമില്ലാതെ പോകും. അതുകൊണ്ടാണ് ഈ ഗ്രഹങ്ങളുടെ ദൃഷ്ടി വരുമ്പോൾ നമ്മൾ അതെങ്കിലും ഗ്രഹത്തെ ബ്ലോക്ക് ചെയ്താൽ നമുക്കത് മറ്റ് ഗ്രഹത്തിൻ്റെ ഗുണം കിട്ടും. ദശ ഏതാണെങ്കിലും ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. 11 വ്യാഴം ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. മെയ് വരെ ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സമയമാണ് മെയ് മാസം വരെ. കാരണം ജൂൺ മാസം തൊട്ട് 12 വ്യാഴം മറയും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് സാമ്പത്തിക ഗ്രോത്തും വരത്തില്ല. ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത തടസ്സമുണ്ട്, പക്ഷേ സാമ്പത്തിക ഗ്രോത്ത് വരും. അപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ പൈസ നിൽക്കാതെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. പൈസ വരും. 100 വരുമ്പോൾ 150ൻ്റെ ചിലവ് വരുമെന്ന് മാത്രം. അതുകൊണ്ട് നമുക്കിപ്പോൾ ശനിയെ പ്രീതിപ്പെടുത്തി ഇപ്പോൾ എന്ത് ചെയ്യണം? നമുക്കിതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലതും ചീത്തയും കൂടി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരിൽ ആ നല്ലതിനെ എടുക്കാൻ വേണ്ടി ചീത്തയെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കണം. അതിനു വേണ്ടി ശനിക്ക് വേണ്ടി നീരാഞ്ജനം കത്തിക്കുകയും ശനി വ്രതം നോക്കുകയും സൂര്യഭഗവാനെ തൊഴിയൊക്കെ ചെയ്ത് വരുമ്പോൾ ശനിയുടെ ആ പാർട്ട് ഓക്കെ ആവും. അവിടെ നിന്ന് നെഗറ്റീവ് മാറും. പിന്നെ നമുക്ക് വ്യാഴത്തിൻ്റെ ഫലം നമ്മളിലേക്ക് വന്നു ചേരും. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ലാഭം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ലാഭം വരേണ്ടിടത്ത് നഷ്ടമാക്കി കളയും. അപ്പോൾ അതിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വ്യാഴനെയും കൂടി പ്രീതിപ്പെടുത്തി പോകണം. 12 വരുമ്പോൾ നേരത്തെ നമ്മൾ വ്യാഴനെ പ്രീതിപ്പെടുത്തി പോയാൽ 12 വരുമ്പോഴും ബാധിക്കില്ല. നമുക്കൊരു അസുഖം വന്നതിന് ശേഷം മരുന്ന് കഴിക്കുന്നതിനേക്കാൾ അഡ്വാൻസ് പ്രതിവിധി എന്നോണം ചെയ്തു പോയാൽ അവർക്ക് അത് ബാധിക്കാൻ പോകും. നമ്മൾ കൊറോണയൊക്കെ വന്നപ്പം വാക്സിൻ എടുത്തതുപോലെ നേരത്തെ തന്നെ നമുക്ക്
വ്യാഴനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസവും തുളസിമാലയും അർച്ചനയും അതുപോലെ വ്യാഴനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പോകുമ്പോൾ ഇത് എഫക്റ്റ് ചെയ്യാതെ പോകും. നമുക്ക് കിട്ടേണ്ടത് തടസ്സമില്ലാതെ കിട്ടും. അങ്ങനെ നമുക്ക് ചിങ്ങരാശിക്കാർക്ക് ഈ 5 മാസത്തിനുള്ളിൽ തന്നെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പരിഹാരം ചെയ്തുകൊള്ളുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്തിനാണ് നമ്മൾ ഈ ചാനലിലൂടെ, അതായത് ആചാര്യ വിഷ്വൽ മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഈ ലൈവ് പ്രോഗ്രാം, നമ്മൾ ചെയ്യുന്ന ലൈവ് പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്താനും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനുമായിട്ടാണ് ബെൽ ബട്ടണും കൂടി അമർത്താൻ പറയണേ. അതൊരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. അവർക്കും കൂടി അവർ കഷ്ടത അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുള്ളതും നല്ലതുള്ളതും അവരും മനസ്സിലാക്കി അവർക്കും കൂടി ഗുണം വരട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തും. അതുപോലെ ഓൺലൈനിൽ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ദുബായിൽ തന്നെ കരാമയിൽ നമ്മൾ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ് ഓഫീസ് തന്നെ ഇട്ടിട്ടുണ്ട്. എല്ലാ മാസവും നിശ്ചിത സമയം അവിടെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ചിങ്ങരാശിക്കാർക്കും പുതുവർഷം 2026 നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.